Sky Gold, elegance of beauty. പെരിന്തൽമണ്ണ നഗരസഭയുടെ കഴിഞ്ഞ കൗൺസിലിലെ പ്രതിപക്ഷ നേതാവായിരുന്നു പച്ചേരി ഫാറൂഖ്. ഇപ്പോൾ ഈ വർഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ പച്ചേരി സുരയ്യ ഫാറൂഖാണ് നഗരസഭാ ചെയർപേഴ്സൺ. ഈ കഴിഞ്ഞ കൗൺസിലിൽ ഇദ്ദേഹത്തെ പല പ്രാവശ്യം കാണുമ്പോൾ ഓരോ വിഷയങ്ങളും ഈ പെരിന്തൽമണ്ണ നഗരത്തിലെ ടൗൺ ഹാള് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ നവീകരണം, അങ്ങനെ കുറേ ഇൻഡോർ മാർക്കറ്റ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ UDF അടുത്ത പ്രാവശ്യം അധികാരത്തിലെത്തും, അപ്പോൾ ഞങ്ങൾ ശ്രമം തുടങ്ങും, ഈ നിന്ന് പോയതെല്ലാം തുടരും എന്ന് പറഞ്ഞിരുന്നു. അപ്പം അദ്ദേഹം പല പ്രാവശ്യം എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പ്രാവശ്യം UDF ഈ പെരിന്തൽമണ്ണ നഗരസഭയിൽ അധികാരം പിടിച്ചിരിക്കും. അദ്ദേഹത്തിൻ്റെ ആ നാവ് കൊണ്ട് പറഞ്ഞതുപോലെ വലിക്കുകയും ചെയ്തു. അപ്പോൾ UDF അധികാരം പിടിച്ചപ്പോൾ കുറച്ച് മാസങ്ങളായി ജനങ്ങളിങ്ങനെ ചോദിച്ചു തുടങ്ങി, ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്നോട് തന്നെ ചോദിച്ചവരുണ്ട്. നേരത്തെയുള്ള പ്രതിപക്ഷ നേതാവായിരുന്ന പച്ചേരി ഫാറൂഖ് ഇവിടെ UDF അധികാരത്തിൽ വന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു, അതൊക്കെ ഇനിയിപ്പോൾ നടക്കുമെന്ന് ചോദിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ താങ്കളിപ്പോൾ ബാങ്ക് പ്രസിഡന്റ് എന്ന നിലയ്ക്കായാൽ പോലും മുസ്ലിം ലീഗിൻ്റെ UDFിലെ പ്രധാനപ്പെട്ട ഒരു നേതൃസ്ഥാനത്തുള്ള ആൾ കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ നടത്താൻ താങ്കളുടെ ഭാഗത്തു നിന്ന് കൂടി ഒരു ശ്രമം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതിലൊരു ഉത്തരം വേണം. പെരിന്തൽമണ്ണ നഗരസഭ 40 വർഷത്തിന് ശേഷം UDFിൻ്റെ കൈകളിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത് UDFിൻ്റെ നഗരസഭാ ചെയർമാനായി പച്ചേരി സുരയ്യ ഫാറൂഖ് അധികാരം ഏറ്റെടുത്ത് 5 മാസം പിന്നിടാൻ പോവുകയാണ്. നഗരസഭയെ സംബന്ധിച്ച് നമ്മൾ ഇന്നും പറഞ്ഞിരുന്നത് പോലെ ഒട്ടനവധി പത്രസമ്മേളനങ്ങളും ഒട്ടനവധി സമരങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ടൈമിൽ നഗരസഭയ്ക്ക് മുമ്പും നഗരസഭയ്ക്ക് പുറത്ത് ടൗണിലൊക്കെ ഒട്ടനവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാളാണ്. അന്നൊക്കെ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഒന്ന്, നഗരസഭയുടെ ടൗൺ ഹാള്. ആ ടൗൺ ഹാള് അവർ ധൃതി പിടിച്ച് ഉദ്ഘാടനം കഴിഞ്ഞു. ഇപ്പോഴും അത് കംപ്ലീഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. വിവരാവകാശം കൊടുത്ത് ചോദിച്ചാൽ അറിയാം. അതിൻ്റെ ബില്ല് 2 കോടി രൂപയോളം കൊടുക്കാനുണ്ട്. അത് ഇതുവരെ കൊടുത്തിട്ടില്ല. കോൺട്രാക്ടർ അത് കൈമാറിയിട്ടില്ല എന്നതാണ്. അവിടെ ഒരു AC വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ജനറേറ്റർ കൊടുന്ന് അടിച്ചെങ്ങാണ്ട് വേണം അവിടെ AC വർക്ക് ചെയ്യണം. അപ്പോൾ തിരക്ക് പിടിച്ച് ഞങ്ങൾ ഇതിൻ്റെ ഉദ്ഘാടനം കഴിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, വോട്ട് കിട്ടാൻ വേണ്ടി പിന്നെ ധൃതി പിടിച്ച് ചെയ്ത ഒരു സംവിധാനമാണ് ടൗൺ ആണ്. അതേപോലെ തന്നെ മാർക്കറ്റ് സമുച്ചയം ഏകദേശം 7 കൊല്ലത്തിൽ 8 കൊല്ലത്തോളം പണി ആരംഭിച്ചിട്ട് 5 കൊല്ലം മുമ്പ് നിർത്തിയിട്ട് അതേ സ്റ്റേജിൽ നിൽക്കുകയാണ്. ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത കോലത്തിൽ. അതേപോലെ തന്നെ ആയുർവേദ ആശുപത്രി 6 കൊല്ലം മുമ്പ് നിർത്തിയിട്ട വർക്ക് 4 ഫില്ലറിൽ കാലിൽ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത കോലത്തിൽ. എന്താണ് അതിന് കാരണം? ഈ കഴിഞ്ഞ അതിന്റെ മുമ്പത്തെ സലീം അന്നത്തെ ചെയർമാൻ നഗരസഭാ ചെയർമാൻ മുഹമ്മദ് സലീമിന്റെ നേതൃത്വത്തിലുള്ള ആ ഭരണസമിതി ഒരു ദീർഘവീക്ഷണമില്ലാതെ, കാഴ്ചപ്പാടില്ലാതെ കണ്ടമാനം സാമ്പത്തിക ബാധ്യത നഗരസഭയുടെ പെരടിയിൽ വെച്ച് കെട്ടിക്കൊണ്ട് ഏകദേശം ആ കാലഘട്ടത്തിൽ 1.25 കോടി 100 ചില്ലാനം കോടി കടത്തിലുള്ള ഒരു നഗരസഭയായിരുന്നു. ഇപ്പോഴും നമ്മൾ പരിശോധിച്ചപ്പോൾ ഏകദേശം 80-85 കോടിയോളം കടത്തിലുള്ള ഒരു നഗരസഭയാണ്. ഈ 5 വർഷം കഴിഞ്ഞിട്ടും ആ കടബാധ്യത തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ ഈ അധികാരം ഏറ്റെടുത്തത് ഈ കടബാധ്യത വെച്ചുകൊണ്ടാണ്. ഈ 5 കൊല്ലം ഭരണ സംവിധാനത്തിന് സമയമുണ്ട്. ഈ കടബാധ്യത വെച്ചുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട ഈ 3 പദ്ധതികളും ഒപ്പം തന്നെ ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരു ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഒന്ന്, ടൗൺ നവീകരണം ഇതിന്റെ പ്രധാന ഭാഗമാണ്. അതേപോലെ തന്നെ കുട്ടികൾക്ക് വൈകുന്നേര സ്ത്രീകൾക്ക് ഉല്ലസിക്കാനുള്ള ഒരു ചെറിയൊരു മിനി പാർക്ക് എങ്കിലും പെരിന്തൽമണ്ണയിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനമാണ്. അത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. അതേപോലെ തന്നെ ഇവിടെ പാർക്കിംഗ് സംവിധാനമല്ല, മാലിന്യ സംസ്കരണ പ്ലാന്റ് ആകെ താളം തെറ്റി കിടക്കുക. ഇവര് വലിയ കൊട്ടി ആഘോഷിച്ച് ഞങ്ങളത് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പറയാന്നല്ലാതെ ഇപ്പോഴും പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആ മാലിന്യ സംസ്കരണ പ്ലാന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരത്തോട് നവീകരണം, അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ ഈ ഭരണസമിതിയുടെ കീഴിൽ ഞങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണ്. അതിന് ഫണ്ട് കണ്ടെത്താനുള്ള ശ്രമം നടന്നത്. അതിന് ഞങ്ങൾ ആവശ്യമായ MP ഫണ്ടുകൾ, രാജ്യസഭ MP-മാരുടെ ഫണ്ട് ഉപയോഗിക്കും. ഈ മലപ്പുറം MP-യുടെ ഫണ്ട് ഞങ്ങൾ ഉപയോഗിക്കും. പെരിന്തൽമണ്ണയുടെ ജനകീയ MLA നജീബ് കാന്തപുരത്തിന്റെ ഫണ്ട് ഉപയോഗിക്കും. ഇപ്പൊ UDFിന് ഭരണ സംവിധാനത്തിന് അനുകൂലമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് UDFിന് അനുകൂലമായ ഒരു ഗവൺമെന്റ് സംവിധാനം വന്നിട്ടുണ്ട്. ആ സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായങ്ങൾ വെച്ചുകൊണ്ടും കേന്ദ്ര ഗവൺമെന്റിന് ഒട്ടനവധി പദ്ധതികളുണ്ട്.
ആ പദ്ധതികളൊക്കെ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് കേന്ദ്ര ഗവൺമെന്റിൽ സമർപ്പിച്ചുകൊണ്ട് ഈ 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ വലിയ തോതിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. പക്ഷെ അതിന് അവർക്ക് വേജാറുണ്ട്. അവിടെ ഒട്ടനവധി സാമ്പത്തിക ക്രമക്കേടുകൾ, മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരുപാട് പ്രയാസങ്ങൾ അവിടെ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഡിറ്റ് റിപ്പോർട്ടിലൊക്കെ അത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് അതൊക്കെ ഞങ്ങൾ അന്വേഷണം നടത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കും. അതൊക്കെ ആണെങ്കിൽ പോലും ഈ പെരിന്തൽമണ്ണയുടെ മുഖച്ഛായ മാറ്റം 40 കൊല്ലം നടക്കാത്ത പല കാര്യങ്ങളും ഈ പെരിന്തൽമണ്ണയിൽ 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ആ സീറ്റിൽ ഉണ്ടെങ്കിൽ 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഈ പെരിന്തൽമണ്ണ മാറ്റം വരുത്താനുള്ള എല്ലാ പ്രവർത്തനവും, ഇവിടെ സ്റ്റേഡിയങ്ങൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു അവസരം അതുപോലും ഉണ്ടാക്കി കൊടുക്കാൻ 40 കൊല്ലക്കാലം ഈ CPM-ന്റെ ഭരണ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. ഒട്ടനവധി നഗരസഭയുടെ സ്ഥലങ്ങൾ വിവിധ ഭാഗങ്ങളിലുണ്ട്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ വളർന്നു വരുന്ന യുവാക്കൾക്ക് കളിച്ചു വളരാനുള്ള ഒരു സാഹചര്യം കൂടി ഈ ഭരണസമിതി 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ, 5 കൊല്ലം കാലാവധി ഉണ്ട് തീർത്തു പറയുന്നു. 1, 2 മാസം, 6 മാസം കൊണ്ട്, 1 കൊല്ലം കൊണ്ട് തീർക്കാവുന്ന വിഷയങ്ങളല്ല പെരിന്തൽമണ്ണ. മലപ്പുറം ജില്ലയിൽ ഏറ്റവും വരുമാനമുള്ള നഗരസഭയാണ്. ആ വരുമാനം കടബാധ്യതയിലേക്ക് അടച്ചു തീർക്കാൻ പോലും തികയാത്ത സാഹചര്യം വരുന്നുണ്ട്. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് 1 കൊല്ലം കൊണ്ട്, 2 കൊല്ലം കൊണ്ട് ഇവിടെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയുന്നു. ഇപ്പൊ അതിന് പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഈ 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഇത് റെക്കോർഡാണ്, ഇത് എന്നും സൂക്ഷിച്ചു വെക്കുന്ന ആളുകളാണ് ഈ പുതിയ കാലഘട്ടത്തിൽ. അപ്പൊ അതുകൊണ്ട് 5 കൊല്ലം കഴിഞ്ഞ് ഈ റെക്കോർഡ്, ഞാൻ ഈ പറയുന്ന വോയിസുകൾ നിങ്ങൾ അന്നിട്ട് കേൾക്കുമ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ നഗരസഭയെ മാറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. അതിനാവശ്യമായ പിന്തുണ ഏതൊക്കെ ഭാഗത്തുനിന്നായാലും ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മതത്തിനും ഒന്നും പ്രാധാന്യം കൊടുക്കാതെ ഏതൊക്കെ ആളുകളുടെ സഹായമാണോ, ചിലപ്പോൾ സ്പോൺസർഷിപ്പിൽ ഞങ്ങൾ ചിലപ്പോൾ നമുക്ക് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും. ഈ പെരിന്തൽമണ്ണയിലെ വൻകിട സ്ഥാപനങ്ങളുണ്ട്, വൻകിട കമ്പനികളുണ്ട്, വൻകിട സാമ്പത്തിക സ്രോതസ്സുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പെരിന്തൽമണ്ണയിലും മാറ്റത്തിന്, മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ നഗരമാണ്. ഈ നഗരത്തിൽ 10,000-ത്തിലധികം ആളുകൾ ഒരു ദിവസം വന്നു പോകുന്നുണ്ട്. അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള ഭരണ സംവിധാനത്തിന്റെ ഉത്തരവാദിത്തമാണ്, അവരുടെ കടമയാണ്. അത് ഈ കഴിഞ്ഞ 40 കൊല്ലം അവരെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പെരിന്തൽമണ്ണയിലെ ജനങ്ങൾ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്ത് ഇവിടെ ഭരണത്തിൽ വന്നിട്ടുള്ളത്. ആ ജനങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നോ, അവരുടെ മനസ്സിലുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു, അവരുടെ മനസ്സിലെ കാഴ്ചപ്പാടിനനുസരിച്ച് ഈ 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഭരണ സംവിധാനം മാറ്റിയെടുക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമല്ല. അതിന് പെരിന്തൽമണ്ണയിലെ മുഴുവൻ ജനങ്ങളുടെയും തുറന്ന മനസ്സോടുകൂടിയുള്ള പിന്തുണ ഉണ്ടാകണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ പ്രേക്ഷകർ, കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ടെങ്കിലും ശ്രദ്ധിച്ചോടുക. പച്ചേരി ഫാറൂഖ് പറഞ്ഞൊരു കാര്യം റെക്കോർഡാണ്. 5 കൊല്ലത്തിനുള്ളിൽ എടുത്തു പിടിച്ചു എന്ന രീതിയിൽ ഉടനെ തന്നെ നേരം ഇരുട്ടി കൊടുക്കുമ്പോൾ എല്ലാം ശരിയാവും എന്നല്ല പറയുന്നത്. കടബാധ്യതയുണ്ട് നഗരസഭയ്ക്ക്. അപ്പോൾ 5 കൊല്ലത്തിനുള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ പൂർത്തീകരിക്കുന്നതെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പൂർത്തീകരിക്കപ്പെടും. ഏതായാലും ജനങ്ങൾ നിരാശപ്പെടേണ്ടവരില്ല, എല്ലാവരുടെയും പിന്തുണ അതിന് വേണമെന്ന് കൂടി അദ്ദേഹം അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഭംഗിയായിട്ട് പോട്ടെ, വികസനത്തിൽ രാഷ്ട്രീയമൊന്നും വേണ്ട, നാട് നന്നാവട്ടെ, നാട് വളരട്ടെ, നാട്ടിൽ വികസനങ്ങൾ ഉണ്ടാവട്ടെ. അതിന് ആര് ഭരിച്ചാലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനമാവും. ഏതായാലും മികച്ച വികസന മുന്നേറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ, നാടിന് മുന്നേറ്റം ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജബ്ബാർ വേണാട്, 1 ന്യൂസ്, പെരിന്തൽമണ്ണ. വെഡിങ് സ്റ്റൈലിംഗ് എനിക്ക് പാഷനും പ്രൊഫഷനുമാണ്. സ്വന്തം ഫ്രണ്ട്സിന്റെ വിവാഹമാകുമ്പോൾ അതെനിക്ക് പേഴ്സണലും. ഷാഹിനയ്ക്ക് ആന്റിക് നെക്ലസ് സെറ്റ്, കീർത്തിക്ക് ട്രഡീഷണൽ നഗാസ് കളക്ഷൻ, സാരയ്ക്കായി സിമ്പിൾ ആൻഡ് ക്ലാസി ഡയമണ്ട് സെറ്റ്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.